This was the worst Brazil team ever. A humiliation for the host nation. Brazil are out of the World Cup. I think it's the worst Brazilian team I've seen. Well, because they haven't got any top-class players. Brazil, the favourites, are gone. ബ്രസീൽ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പലർക്കും പരിഹസിക്കാനുള്ള ഒരു ടീമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് അവരുടെ സ്വത്വം തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവർ നേരിട്ട ചില സംഭവവികാസങ്ങൾ ഓർമ്മയിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നത് കൊണ്ടുമാകാം. 2014 വേൾഡ് കപ്പിൽ ജർമ്മനിയോടേറ്റ കനത്ത തോൽവിയും സെവനപ്പ് എന്ന വിളിപ്പേരും ചാർത്തി നൽകുന്നതോടെ അതിൻ്റെ കാഠിന്യം ഈ തലമുറയിൽ തലച്ചോറിലേക്ക് വേരൂന്നിറങ്ങിയതിന് തെറ്റു പറയാൻ സാധിക്കുകയില്ലല്ലോ. പക്ഷേ ഇന്നോളം അവരുടെ വീരിതിഹാസങ്ങൾക്ക് സാക്ഷിയായ ഒരു കൂട്ടം തലമുറകൾ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം അവരുടെ മഹത്വത്തിന് ഒരു കാലത്തും ഒരു തരത്തിലും മങ്ങേൽക്കാൻ പോകുന്നുമില്ല. ചരിത്രം ചികഞ്ഞങ്ങ് ചെന്നാൽ ആ മണ്ണിൽ പിറന്നു വീണ് ബ്രസീൽ ജേഴ്സിയിലേക്ക് സഞ്ചരിച്ചവരെല്ലാം ഫുട്ബോൾ ലോകത്തിൻ്റെ കഥകളിൽ അങ്ങനെ വേരുറപ്പിച്ച് പോയിട്ടുള്ളവർ തന്നെയാണെന്ന് കാലം അടയാളപ്പെടുത്തുന്നുണ്ട്. കരീഞ്ചയിലും പെലയിലും തുടങ്ങി അതിന്ന് പുതിയ തലമുറയിലേക്ക് കൂടുതൽ കരുത്തോടെ സൗന്ദര്യത്തോടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതും വ്യക്തമായി കാണാം. ഇന്നീ ഫുട്ബോൾ ലോകത്ത് ഏറെ നേട്ടങ്ങൾ കൊയ്തു നിൽക്കുന്ന ലോകോത്തര ടീമുകളുടെ പാരമ്പര്യത്തിലേക്ക് ചെന്നാൽ ഇത് വെറുമൊരു വിനോദം മാത്രമായിരുന്നു അവർക്കെല്ലാം. പിന്നീട് മികച്ചവർ തങ്ങളാണെന്ന് തെളിയിക്കുവാനും രാജ്യത്തിൻ്റെ പേരിനും വേണ്ടിയുള്ള കേവല മത്സര പോരാട്ടങ്ങൾ മാത്രം. എന്നാൽ ബ്രസീൽ ടീമിന് അത് ജീവിതമായിരുന്നു. അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗമായിരുന്നു. അതുകൊണ്ടുതന്നെ ബ്രസീലിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പെറ്റമ്മമാർ നൽകിയിരുന്ന ആദിലഹരി മുലപ്പാലായിരുന്നേയില്ല, മറിച്ച് കാൽപന്തെന്ന മഹാലഹരിയായിരുന്നു. താളം തെറ്റിയ ജീവിതവും സവർണ മേധാവിത്വവും മയക്കുമരുന്ന് മാഫിയകൾ നിരന്തരം വിളയാടിയ സമൂഹത്തിനുമിടയിലും നാളെയുടെ പുലരിക്ക് വേണ്ടി ഒരു കൂട്ടം കുട്ടികൾ പന്ത് തട്ടി നേടിയെടുത്തതാണ് ഇന്ന് ഓരോ ബ്രസീലുകാരനും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലും. വെള്ളക്കാരുടെ അടിമത്തത്തിനെതിരെ പോരാടുവാൻ ഉപയോഗിച്ച അവരുടെ ഏറ്റവും വലിയ ആയുധം പിന്നീട് യൂറോപ്പുകാരുടെ തലവരെയെപ്പോലും ചോദ്യം ചെയ്ത് അതേ ലോകത്തിൻ്റെ രാജാക്കന്മാരെന്ന പട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതും കാണാം. അവിടെയാണ് ബ്രസീൽ ഫുട്ബോളിൻ്റെ ആത്മാവിനെ തൊട്ടറിയേണ്ടതും ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും. ജീവിതത്തിൽ ഒരുപാട് തവണ തോറ്റോടിയിട്ടാണ് അവർ സ്വാതന്ത്ര്യം പോലും ഭാവിയിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷണം എന്നും അവരുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും. ഈ സമകാലിക ലോകത്ത് ബ്രസീലിൻ്റെ തോൽവികളും തുടർച്ചയായ 5 വേൾഡ് കപ്പിലെ നിരാശയും കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ പരിഹസിക്കുവാൻ 100,000 കാരണങ്ങൾ വ്യക്തമായി ചരിത്രത്തിൽ തെളിയുന്നുണ്ട്. പക്ഷേ ഇതേ സാഹചര്യം 70-ന് ശേഷം 94-ൽ കിരീടമുയർത്തും വരെ സമാനമായി അവർ ഒരു വട്ടം അനുഭവിച്ചറിഞ്ഞതുമാണ്. അതിനിടയിലും ബ്രസീൽ എന്ന ഭയം ഫുട്ബോൾ ലോകത്തിൻ്റെ അന്തരീക്ഷത്തെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം മറ്റൊരു വൈക്കിംഗ് എറ ബ്രസീൽ ഫുട്ബോൾ യുഗത്തിൽ ആരംഭിക്കുമ്പോൾ കാൽപന്ത് ലോകത്തേക്ക് പുതിയൊരു അനുഭവം തുറന്നു വയ്ക്കുകയും കൂടിയായിരുന്നു ബ്രസീൽ. സാമ്പാ നർത്തകരുടെ സംഹാര താണ്ഡവത്തിന് കാലം സാക്ഷിയാകുന്നതും അന്ന് ജീവിച്ചു പോന്നവർ പലരും കണ്ടുതീർത്ത അവസ്മരണതയും ഇന്നും കെട്ടടങ്ങാത്ത കാട്ടുരുയായി തിളച്ചു മറയുന്നത് കാണാം. ആ കാലഘട്ടത്തിൽ 2002 വേൾഡ് കപ്പ് നേടി ആർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക് തങ്ങളുടെ ചരിത്രത്തെ ബ്രസീൽ കൊത്തിവെക്കുന്നുണ്ട്. അവർക്ക് പകരം വയ്ക്കുവാനോ സമാനമായ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുവാനോ ഇന്നോളം മറ്റൊരു കൂട്ടർ ഈ ഫുട്ബോൾ ലോകത്ത് ജനിച്ചിട്ടുമില്ല. ഒരുപക്ഷെ 2006-2010 അവസാനിക്കുന്നതോടെ ബ്രസീൽ ഫുട്ബോളിൻ്റെ പാരമ്പര്യത്തിന് കോട്ടം തട്ടിയതായി ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് കാണാം. അത് വളരെ സത്യം തന്നെ. പക്ഷേ അപ്പോഴും ആ മണ്ണ് നല്ലൊരു ശതമാനം മികച്ച കളിക്കാരെ ഈ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചു കൊണ്ടേയിരുന്നു. 6 യുഗത്തിലൂടെ സഞ്ചരിച്ച് പ്രതാപം തിരിച്ചു പിടിച്ച ബ്രസീൽ കൂട്ടത്തിന് ഒറ്റ പ്രതിഭയിലേക്ക് മാത്രം ആശ്രയിക്കാൻ ശീലിപ്പിച്ചത് ഇന്ന് കാണുന്ന ബ്രസീലിൻ്റെ മങ്ങി യുഗത്തിന് തറക്കല്ലിടുന്ന തുല്യമായിരുന്നു. എന്നാൽ ബ്രസീൽ ജനത ആശ്രയിച്ച ആ കാലുകൾക്ക് കാലം പരീക്ഷണത്തിൻ്റെ കെട്ടുമാറാപ്പുകൾ ശാപമായി വിധിക്കുന്നുണ്ട്. 2014 ശേഷം അയാൾക്കൊരു പകരക്കാരനെയോ അയാൾക്കൊപ്പം നിരന്തരം നിൽക്കാൻ കെൽപ്പുള്ളവരെയോ കാലം സമ്മാനിക്കാതെ പോയതും മറ്റൊരു നിരാശ കൂടിയായിരുന്നു. അപ്പോഴും പക്ഷേ കാനറികൾ മികച്ചൊരു കൂട്ടം ബ്രസീൽ ഫുട്ബോൾ ലോകത്ത് വന്നും പോയിക്കൊണ്ടേയിരുന്നു.
2002 ശേഷം പിന്നിട്ട് 20-ലേറെ വർഷങ്ങളും 5 തുടർച്ചയായ വേൾഡ് കപ്പും ബ്രസീലിലെ തകർച്ചയെ കൃത്യമായി വരച്ച് കാണിക്കുന്ന ഒരു ഗ്രാഫ് മാത്രമാണ്. എന്നാൽ ചരിത്രം തിരുത്താൻ അവരെടുക്കുന്ന സമയവും പഴയതുപോലെ തന്നെ സമാനമായി സമ്മേളിക്കുന്നതും കാണാം. സൽസാവോയിൽ നിന്നല്ലാതെ മറ്റൊരു വിദേശ പരിശീലകൻ ടീമിനെ നയിക്കാൻ തയ്യാറാകുന്നത് പലരുടെയും നെറ്റിചുളിക്കാൻ കാരണമാകുന്നുണ്ട്. എങ്കിലും പല പരിശീലകരുടെയും മോശം തീരുമാനങ്ങളും നിരീക്ഷണങ്ങളും തെരഞ്ഞെടുപ്പുകളും തന്നെയാണ് ബ്രസീലിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അവർ തിരിച്ചറിയുന്നിടത്ത് അവരുടെ ആ സംശയങ്ങളെല്ലാം നിരാകരിക്കുകയാണ്. ബ്രസീൽ ടീമിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത പോയവരുടെ കൂട്ടത്തിൽ ടിറ്റയെ ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിലും മികച്ചൊരു പരിശീലകനായി അദ്ദേഹത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുവാനും സാധിക്കുകയില്ല. ആ പഴയ ബ്രസീലിനെ ഒരിക്കൽ കൂടി കാണുവാനും അവരുടെ വീതിഹാസ കഥകളിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കുവാനും ആ വിജയങ്ങളിൽ നിറഞ്ഞാടുവാനും ഒരവസരത്തിന് കൂടി കാത്തു നിൽക്കുകയാണ് ബ്രസീൽ ജനത. ഇന്നത്തെ ബ്രസീലിൽ എക്സ്പീരിയൻസും യുവത്വവും ഇടകലർന്ന ഒരു കൂട്ടം കനേറിയൻ സാമ്പാക്കൂട്ടം തന്നെ ബ്രസീലിലുണ്ട്. അതിൽ മികച്ചവരെ കണ്ടെത്തി ടീമിലേക്ക് ക്ഷണിക്കുക എന്ന പണി മാത്രമേ അവർക്കുള്ളൂ. പിന്നീട് ആഞ്ചലോട്ടി എന്ന പരിശീലകൻ അവരെ മെരുക്കിയെടുക്കുക തന്നെ ചെയ്യും. പലർക്കും പകരക്കാരനാവാൻ ശേഷിയുള്ള യുവത്വങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. പുതിയ റൊണാൾഡോയും കക്കയും ഡീനയും റിവാൾഡോയും കാർലോസും ദിദയുമെല്ലാം ആവാൻ ശേഷിയുള്ള ഒരു വലിയ കൂട്ടം. അത് യാഥാർത്ഥ്യമാകുമെന്ന് ഓരോ ബ്രസീലുകാരനും വിശ്വസിക്കുന്നുണ്ട്. റാഫിനോ, റോഡ്രിഗോ, കാസ്മിറോ, തിയാഗോ, മാർക്കിനസ്, റിച്ചാർഡ്സൺ, പക്കറ്റോ, ആൻ്റണി, അലിസൺ തുടങ്ങിയവർക്ക് ശേഷം എസ്റ്റാവോ വില്ലൻ, ക്യൂനോ, ജാവോ പെഡ്രോ, എൻട്രിക്, വെസ്ലി, സാവിനോ, മാർട്ടിനെല്ലി തുടങ്ങിയ യുവരക്തങ്ങൾ കൂടി ചേരുമ്പോൾ വരുന്നത് പുതിയൊരു ചരിത്രയുഗം പടർത്തിയുയർത്താനുള്ള ബ്രസീൽ യുഗ തന്നെയാണ്. അതിനായുള്ള നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ പുലരിക്കായി ഇങ്ങ് കേരളത്തിലും ഒരു ജനത കാത്തിരിപ്പുണ്ട്. ആ വസന്തം വരിക തന്നെ ചെയ്യും. കാരണം ഈ കഥ ബ്രസീലുകാരുടേതാണ്. ചരിത്രം തെറ്റില്ല. ബ്രസീൽ യുഗം ഫുട്ബോൾ ലോകം വീണ്ടെടുക്കുക തന്നെ ചെയ്യും. ഇതിനെല്ലാം അപ്പുറം ഒരാളുടെ സാന്നിധ്യം കൂടി കൂടിച്ചേരുമ്പോൾ 2026 വേൾഡ് കപ്പിൻ്റെ മുൻവിധികളെല്ലാം അവരവരുടെ വ്യാമോഹം മാത്രമായി മാറും. അവരുടെ എല്ലാം സ്വപ്നങ്ങളെ സാമ്പാ നൃത്തം കൊണ്ട് കീറിമുറിച്ച് ശുദ്ധം ചെയ്യാൻ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തവണ്ണം ചാവേർ കണക്കെ അവസാന നൃത്തം ചവിട്ടാൻ ബ്രസീൽ കുപ്പായത്തിൽ അവൻ വീണ്ടും അവതരിക്കും. അതെ, നെയ്മർ അവൻ വരും.